നമസ്കാരം. ജയലളിതയുടെ മരണം വീണ്ടും ചർച്ചയാകുന്നു. ജയലളിതയുടെ കൊടനാട് എസ്റ്റേറ്റിലെ കവർച്ചയ്ക്കും കൊലപാതകത്തിനും പിന്നിൽ മുഖ്യമന്ത്രി എടപ്പാടി പളനിസ്വാമിയാണെന്ന് വെളിപ്പെടുത്തിയ ആളുകൾ വെട്ടിലായിരിക്കുന്നു. ഡൽഹിയിലെത്തി തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഒരിടവേളയ്ക്ക് ശേഷം ജയലളിതയുടെ കൊലപാതകം വീണ്ടും ചർച്ചയാവുകയാണ്. ജയലളിതയുടെ വേനൽക്കാല വസതിയായ കൊടനാട് എസ്റ്റേറ്റിലെ കവർച്ചയ്ക്കും കൊലപാതകങ്ങൾക്കും പിന്നിൽ മുഖ്യമന്ത്രി എടപ്പാടി പളനിസ്വാമിയാണെന്ന് വെളിപ്പെടുത്തിയ പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവരുടെ മൊഴി പുറത്തുകൊണ്ടുവന്ന മാധ്യമപ്രവർത്തകനെതിരെയും കേസ് ചുമത്തി. 2 വർഷം മുമ്പ് നടന്ന കവർച്ചയിലും ദുരൂഹ മരണങ്ങളിലും CBI അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് DMK നേതാക്കൾ ഗവർണറെ കാണും. എസ്റ്റേറ്റിൽ ജയലളിത സൂക്ഷിച്ചിരുന്ന രഹസ്യരേഖകൾ കവരാൻ 2017 ഏപ്രിലിൽ എടപ്പാടി പളനിസ്വാമി ആസൂത്രണം ചെയ്തതാണ് കവർച്ചയെന്നും തെളിവുകൾ നശിപ്പിക്കാനായിരുന്നു തുടർ കൊലപാതകങ്ങളെന്നും കഴിഞ്ഞ ദിവസമാണ് ഡൽഹിയിൽ മാധ്യമങ്ങൾക്ക് മുൻപാകെ പ്രതികൾ വെളിപ്പെടുത്തിയത്. പളനിസ്വാമിയുടെ നിർദ്ദേശപ്രകാരം ജയലളിതയുടെ മുൻ ഡ്രൈവർ കനകരാജിന്റെ നേതൃത്വത്തിലാണ് തങ്ങൾ കവർച്ച നടത്തിയതെന്നാണ് കേസിലെ പ്രതികൾ വെളിപ്പെടുത്തിയത്. 2000 കോടിയോളം രൂപ എസ്റ്റേറ്റിൽ ഉണ്ടായിരുന്നെങ്കിലും ചില രേഖകൾ എടുക്കാൻ മാത്രമായിരുന്നു നിർദ്ദേശം. പ്രതിഫലമായി 5 കോടിയായിരുന്നു വാഗ്ദാനം. കവർച്ചയ്ക്കിടെ ബന്ദിയാക്കിയ എസ്റ്റേറ്റ് കാവൽക്കാരൻ റാം ബഹദൂർ ദിവസങ്ങൾക്കകം കൊല്ലപ്പെട്ടു. പിന്നീട് കനകരാജ് ബൈക്ക് അപകടത്തിൽ മരിച്ചു. പിന്നാലെ പ്രതികളിൽ ഒരാളും കുടുംബവും സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെട്ട് ഭാര്യയും കുഞ്ഞും മരിച്ചു. എസ്റ്റേറ്റിലെ CCTV ഓപ്പറേറ്ററും കൊല്ലപ്പെട്ടു. ജയലളിതയുടെ മരണത്തിലെ ദുരൂഹതയെക്കുറിച്ച് കൂടുതൽ തെളിവുകൾ പുറത്തുവരുമെന്നും ഇവർ വ്യക്തമാക്കിയിരുന്നു. ഗൂഢാലോചന അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പളനിസ്വാമി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പ്രതികൾക്കും മാധ്യമപ്രവർത്തകനുമെതിരെ കേസ് ചുമത്തിയിരിക്കുന്നത്. അതേസമയം വിവാദ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ നിയമ നടപടിക്കൊരുങ്ങാനാണ് DMK നീക്കം. ജയലളിതയുടെ മരണത്തിൽ ദുരൂഹതകളുണ്ടെന്ന ആരോപണവുമായി തമിഴ്നാട് നിയമമന്ത്രി നേരത്തെ രംഗത്തെത്തിയിരുന്നു. ജയലളിതയെ ആൻജിയോഗ്രാമിന് വിധേയമാക്കാനുള്ള തീരുമാനം ആരാണ് എതിർത്തത്? എവിടെയോ കള്ളക്കളി നടന്നിട്ടുണ്ട്, അതിൽ കേസെടുക്കണം. അവരുടെ മരണവുമായി ബന്ധപ്പെട്ട ദുരൂഹത പുറത്തുകൊണ്ടുവരാൻ കേസ് വേണമെന്നും അവരുമായി ബന്ധപ്പെട്ടവരെക്കുറിച്ച് അന്വേഷണം വേണമെന്നുമൊക്കെ മന്ത്രി ആവശ്യപ്പെട്ടിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.